കെ ബാബു രാജി പിൻവലിച്ചു. ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടതില്ലെന്ന UDF യോഗ തീരുമാനത്തെ തുടർന്നാണ് ബാബു രാജി പിൻവലിച്ചത്. KM മാണിയുടെ മന്ത്രിസഭാ പുനഃപ്രവേശ കാര്യത്തിൽ കേരള കോൺഗ്രസ് തീരുമാനമെടുക്കും. മാണിക്ക് പൂർണ്ണ പിന്തുണ നൽകാനും UDF തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയുടെ ആദ്യഘട്ടത്തിലുള്ളത് കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു, ഇടതുപക്ഷത്ത് നിന്ന് CPI-യുടെ നേതാവ് ശ്രീ C ദിവാകരൻ, BJP നേതാവ് ശ്രീ VV രാജേഷ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ PM സുരേഷ് ബാബു, ധാർമ്മികതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, എങ്ങനെ മറുപടി പറയും? ഇതിനകത്ത് അധാർമികമായി യാതൊന്നുമുള്ളതായി UDF-ന് ബോധ്യമില്ല, കേരളീയ പൊതുസമൂഹത്തിനും ബോധ്യമില്ല. അധാർമികമായി എന്താണുള്ളത്? ശ്രീ ബാബുവിൻ്റെ രാജി ആവശ്യപ്പെട്ടതും അഥവാ ബാബു രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതും അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കോടതി, തൃശ്ശൂർ വിജിലൻസ് കോടതി FIR ഇട്ട് കേസന്വേഷണം നടത്തണം എന്ന് തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ്. പക്ഷേ ആ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ലല്ലോ. ഹൈക്കോടതി ആ ഉത്തരവിനെ 2 മാസത്തേക്ക് സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിൽ പറഞ്ഞോളൂ ശ്രീ സുരേഷ് ബാബു, കേൾക്കാം. പോയല്ലോ. രണ്ട് മാസത്തേക്ക് മരവിപ്പിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരായ ഒരു ക്രിമിനൽ കേസ് നിലവിലില്ല. അതുകൊണ്ടാണ് UDF അദ്ദേഹത്തിനോട് താൻ രാജിവെച്ചത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടത്. വ്യക്തിപരമായ അദ്ദേഹത്തിന് അത് താല്പര്യമില്ലെങ്കിലും സംഘടനയുടെ കൂട്ടായ ആവശ്യത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം വഴങ്ങി പിൻവലിക്കുന്നതിന് തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ അശേഷം അധാർമികതയില്ല. പൂർണ്ണമായും ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് നിസ്സംശയം ആർക്കും കാണാൻ കഴിയും. ശ്രീ PM സുരേഷ് ബാബു, ഇതിപ്പോൾ കോടതി സ്റ്റേ ചെയ്തിട്ടേ ഉള്ളൂ, വിജിലൻസ് കോടതിയുടെ നടപടിയെ കെ ബാബുവിൻ്റെ കാര്യത്തിൽ. അത് റദ്ദാക്കിയിട്ടൊന്നുമില്ല. ആ സ്ഥിതിക്ക് 2 മാസത്തിന് ഈ 10 ദിവസത്തിനകത്ത് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ വിധിയിലുള്ളത്. ആ വിധി അനുസരിച്ച് 10 ദിവസം കഴിയുമ്പോൾ റിപ്പോർട്ട് വരികയും അതിൻ്റെ പുറത്ത് ലളിതകുമാരി കേസ് അനുസരിച്ചുള്ള ഒരു പരാമർശമുണ്ടല്ലോ, സുപ്രീം കോടതിയുടെ തന്നെ ഒരു നിർദ്ദേശമുണ്ടല്ലോ, അതനുസരിച്ച് FIR ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് വീണ്ടും രാജിവെക്കുമോ ശ്രീ കെ ബാബു? ശ്രീലാൽ, ഹൈപ്പോത്തറ്റിക്കലായിട്ട് നമ്മളൊരു പ്രശ്നത്തെ സമീപിക്കേണ്ടതില്ല. കേരള സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പൊതുസമൂഹ ജീവിതത്തിനിടയിൽ ധാരാളം സംഭവങ്ങൾ നടക്കുകയും അതൊക്കെ കേരളം കാണുകയും ചെയ്യുകയാണ്. ഇപ്പോഴെന്താണ് പ്രശ്നം? ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ ഒരിടത്തും ത്വരിത റിപ്പോർട്ട് അല്ലെങ്കിൽ ത്വരിത അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു തെറ്റായ വ്യാഖ്യാനമാണ്. മാത്രമല്ല, പ്രാഥമികമായ ഒരു അന്വേഷണം അത്യാവശ്യമാണ് എന്ന് ആ കേസിലും തുടർന്നുള്ള കേസുകളിലും സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയുമൊക്കെ വിധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ റിപ്പോർട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്നത്, റിപ്പോർട്ട് ഏത് തരത്തിലായിരിക്കുമെന്നുള്ളത്, ഇതിനെയൊന്നും നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടില്ല. റിപ്പോർട്ട് വരട്ടെ, വരുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആ പഠനത്തിനനുസരിച്ച് ധാർമ്മികതയും രാഷ്ട്രീയ മൂല്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ ശക്തിയുള്ള സന്മനസ്സുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയാണ് PM സുരേഷ് ബാബു. ഈ അർത്ഥത്തിൽ ഒരു കോടതിയിൽ നിന്ന് എതിരായ പരാമർശം വന്നപ്പോൾ ധാർമ്മികത ചൂണ്ടിക്കാട്ടി രാജിവെച്ച ആളാണല്ലോ ശ്രീ കെ ബാബു. ആ അർത്ഥത്തിൽ ഇപ്പോൾ തിരിച്ചൊരു സ്റ്റേ വന്നപ്പോൾ വീണ്ടും 2 മാസത്തേക്ക് മന്ത്രിയാകുന്നു, അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് മന്ത്രിയാകുന്നു, പിന്നീട് വരുന്ന വിധി അനുസരിച്ച് വീണ്ടും മാറാമെന്ന് പറയുമ്പോൾ ഈ ഒരു കീഴ്വഴക്കം എന്തുകൊണ്ടാണ് ഇപ്പോൾ മുൻകാലങ്ങളിൽ ഇല്ലാത്തതുപോലെ UDF സ്വീകരിക്കുന്നത്? ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇനിയിപ്പോൾ എല്ലാ കേസുകളിലും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഏത് രീതിയിലുള്ള കേസാണെങ്കിലും ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഓരോരോ അപ്പീൽ അനുസരിച്ച് കിട്ടുന്ന വിധി അനുസരിച്ച് രാജിവെക്കുകയും തിരിച്ച് രാജി പിൻവലിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയായിരിക്കുമോ? കോൺഗ്രസ് അതിനാണോ തുടക്കമിടുന്നത്? അല്ല, ഇതിനകത്ത് ഏത് തരത്തിൽ നമുക്കിപ്പോൾ ഇനിയൊരു വലിയ ഗൗരവമേറിയ ഒരു ചർച്ച കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വരേണ്ടതായിട്ടുണ്ട്. കോടതി, നിയമസഭ, MLA, MP ഇവരൊക്കെ
ഭരണഘടനാനുസൃതമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമാണ്. അത് എന്തിൻ്റെ മുകളിൽ ഏതാണ് മുകളിലുള്ളത് താഴെയുള്ളത് എന്നതിനെക്കുറിച്ച് ഭരണഘടന ഒരു നിർവചനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചില പൊതുചിന്ത, പൊതുവായൊരു ചർച്ച ഇത്തരം കാര്യങ്ങളിൽ അനിവാര്യമാണ് എന്നെനിക്ക് തോന്നുകയാണ്. ഞാനത് പാർട്ടിയുടെ അഭിപ്രായമായിട്ടല്ല പറയുന്നത്. പക്ഷേ പൊതുവായൊരു ചിന്ത, ഇന്ത്യ രാജ്യത്തെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പാർലമെന്റ് അംഗങ്ങളും നിയമസഭാംഗങ്ങളുമൊക്കെ. 5 കൊല്ലം കൂടുമ്പോൾ PM സുരേഷ് ബാബു, ഇങ്ങനെ നിങ്ങൾക്കെതിരായി കേസുകൾ വരുമ്പോൾ മാത്രം ഇങ്ങനെയുള്ള ഒരു ചിന്ത എന്തുകൊണ്ട് വരുന്നു എന്ന ചോദ്യമാണ് അപ്പോൾ ഉയരുക. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ സി ദിവാകരൻ, അധാർമികമാണെന്ന് പ്രതിപക്ഷം ഇതിനകം തന്നെ UDFിൻ്റെ ഇന്നത്തെ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ബാബുവിൻ്റെ രാജി സ്വീകരിക്കില്ല, ഇപ്പോൾ ബാബു പിൻവലിച്ചു കഴിഞ്ഞു രാജി, ഒപ്പം കെ മാണിയെ തിരിച്ചു വിളിച്ചിട്ടുമുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അധാർമികം എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ നിങ്ങളുടെ ഗൂഢാലോചനയാണ് അവർ അടുത്തതായി അന്വേഷിക്കാൻ പോകുന്നത്. ഞാൻ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവും എൻ്റെ സുഹൃത്തും പരിണിതപ്രജ്ഞനുമായ അദ്ദേഹത്തിൻ്റെ വാദഗതികൾ കേരളം കൗതുകത്തോടെയാണ് കേൾക്കുന്നത്. ധാർമ്മികത എന്നത് എന്താണെന്ന് ഇപ്പോൾ KM മാണി പറഞ്ഞു. ധാർമ്മികതയേക്കാൾ എനിക്ക് മനസാക്ഷിയാണ്. എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു രാജിവെക്കണം. അപ്പോൾ മാണി ധാർമ്മികത ഒഴിവാക്കി മനസാക്ഷി എടുത്തു. ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി 2 ദിവസത്തിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അത് ധാർമ്മികതയുടെ അല്ല, എൻ്റെ മനസാക്ഷിയാണ് പറയുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇതെവിടെയാണ് എന്ത് പരസ്പര വിരുദ്ധമായ ഫിലോസഫിയാണ് ഒരു മുന്നണിയിലെ 2 നേതാക്കന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. ബാബു രാജിവെക്കുമ്പോൾ ഒരു പ്രസ്താവന നടത്തി, എനിക്കെതിരായിട്ട് കോടതിയിൽ നിന്ന് ഒരു പരാമർശവുമില്ല, ഒരു വിധിയുമില്ല, പക്ഷേ ധാർമ്മികതയുടെ പേരിൽ ഞാൻ രാജിവെക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ബാബുവിൻ്റെ ഇത്ര പെട്ടെന്നുള്ള കാലുമാറ്റത്തിന് കാരണം? ഒന്ന്, ഈ കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിരിക്കുക. കോടതി എന്ന് വെച്ചാൽ ഹൈക്കോടതിയിൽ പോയി മന്ത്രിമാർ സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ മെരിറ്റിലേക്ക് നടക്കുകയോ ട്രയൽ നടക്കുകയോ കുറ്റവിചാരണ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ തൽക്കാലം ഒരു സ്റ്റേ കൊടുത്തു. ആ സ്റ്റേ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ മന്ത്രിസഭ തുടരുന്നത്. ഈ മന്ത്രിസഭ ഹൈക്കോടതിയുടെ ഒരു ജഡ്ജിയുടെ സൗജന്യത്തിൽ നിൽക്കുകയാണ്. ഞാൻ ബാലേന്ദ്രനോട് ചോദിക്കും, നിങ്ങൾ ഒരുപാട് ധാർമ്മികത പറയുന്നല്ലോ, എന്ത് ധാർമ്മികതയാണ് ഒരു മുഖ്യമന്ത്രി ഒരു സാമ്പത്തിക തട്ടിപ്പുകാരിൽ നിന്ന് കാശ് ചോദിച്ച് വാങ്ങുക, ഇന്നും ആ സ്ത്രീ തിരിച്ചെനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുക? എന്ത് മറുപടിയാണ് കേരള സമൂഹത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ അടിക്കടി അവർ നുണ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ, ഞാനും കൂടി അംഗീകരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒരു സ്ത്രീക്ക് പരസ്യമായി ദിവസവും കയറി അപമാനിക്കാനും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനും സോളാർ കമ്മീഷൻ മുമ്പിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനും ഇതൊക്കെ നിർഭയമായി അവർ ചെയ്യുന്നത്, അതിലൊന്നും ഒരു മറുപടിയില്ലല്ലോ നിങ്ങൾക്ക്. 13 മണിക്കൂർ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി, ഈ കേരളം ഭരിക്കേണ്ട ഒരു മുഖ്യമന്ത്രി, കഴിഞ്ഞ ദീർഘനാളായി MLA ആയിരിക്കണം, എനിക്ക് പോലും അദ്ദേഹത്തിന് 1 മണിക്കൂർ കിട്ടിയിട്ടില്ല. അദ്ദേഹം 13 മണിക്കൂർ ഒരു കോടതിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. എല്ലാ ഊണും ഉറക്കവും എല്ലാം കഴിഞ്ഞ്. എന്തായി ആ കാര്യം? എന്തെങ്കിലും മറുപടി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഒന്നല്ല എത്ര ആളുകളാണ് ഇത്, ഒരു ആളിനെ കുറിച്ച് മാത്രമാണ്. ഉമ്മൻചാണ്ടിയാണോ, ആര്യാടൻ മുഹമ്മദ് മോശോ, ബാബു മോശോ, ബാർഗോഴ മോശോ, MLA മാരുടെ പേരുകളെല്ലാം ബാലേന്ദ്രന് അറിയാമല്ലോ. പുറത്ത് പറയാൻ പറ്റുമോ അതൊക്കെ? ശ്രീ സി ദിവാകരൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പറഞ്ഞത് ഇതിനകത്ത് ആരാണ് വലുത്, ജുഡീഷ്യറി ആണോ അതോ ലെജിസ്ലേച്ചർ ആണോ എന്നുള്ള അർത്ഥത്തിലേക്കുള്ളൊരു തർക്കത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് ഇനി ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. മറ്റൊരു കാര്യം,
ഇടതുപക്ഷത്തെയും മറ്റ് പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ യുവ നേതാക്കൾ വരെ ഇന്നലെയൊക്കെ റോഡിൽ കിടന്ന് അടി കൊണ്ടതാണ് ഇത്തരത്തിൽ രാജിവെക്കുന്നതിനും ബാക്കിയുള്ള രീതിയിൽ സർക്കാർ കൃത്യമായ തീരുമാനമെടുത്ത് പോകണം എന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പോഴും അവരിൽ പലരും ആശുപത്രിയിലാണ്. നിയമപരമായ കോടതിയിലെ പല വാദ കോലാഹലങ്ങൾക്കും ഒടുവിലാണ് കെ ബാബുവിനുൾപ്പെടെ കെ എം മാണിക്ക് ഉൾപ്പെടെ രാജിവെക്കേണ്ടി വന്നത്. വിജിലൻസ് കോടതിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് തൊട്ട് മുമ്പ് വരെയുള്ള നിയമ പോരാട്ടത്തിലാണെങ്കിൽ കൂടി ഇതിനൊക്കെ ഈ നിയമ പോരാട്ടത്തിനും രാഷ്ട്രീയ യുദ്ധത്തിനുമൊക്കെ ശേഷം ഇന്നിതാ വളരെ നിസ്സാരമായി UDF LDFിൻ്റെ ഗൂഢാലോചനയെ ചൂണ്ടിക്കാട്ടി തിരിച്ച് രാജിവെച്ചവരെ ക്ഷണിക്കുകയാണ് നാളെ മുതൽ ഭരിക്കാൻ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ലജ്ജാകരമായ കാര്യം ആരെങ്കിലും ചെയ്താൽ ഞങ്ങൾ അതിനെ ശക്തമായി നേരിടുകയാണ്. ലാല്, ഇത് സ്വാഭാവികമായ മാണി രാജിവെച്ചതല്ല. ലാലിനറിയാം, കേരളത്തിനറിയാം, ബാലേന്ദ്രനറിയാം. അതിശക്തമായ നിയമസഭയുടെ അകത്ത് MLAമാരെ പ്രതികളാക്കുകയും മറ്റു പലതും നടന്നതിൻ്റെ ഫലമായിട്ട് തനിക്ക് നിയമസഭയിൽ ഒരു വാക്ക് പറയാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വന്ന അതോടൊപ്പം തന്നെ കോടതിയും ആ കാര്യത്തിൽ ഇടപെടുകയും ജനങ്ങളുടെയും എല്ലാ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് മാണിക്ക് രാജിവെച്ച് ഇറങ്ങേണ്ടി വന്നത്. മാണി രാജിവെച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ അറിഞ്ഞ് ഗവർണർ അംഗീകരിച്ചു. ഇനി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെങ്കിൽ ഗവർണർ കണ്ടതിന് ശേഷം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത വീണ്ടും മന്ത്രിയാവാം. എന്ത് നാണം കെട്ട പണി വേണമെങ്കിലും ചെയ്യാം. അതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം അവർക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ ബാബുവിൻ്റെ കാര്യത്തിൽ അതാണ്. ബാബു പറഞ്ഞ ധാർമ്മികത എവിടെ പോയി? ഇപ്പോൾ രാജി പിൻവലിക്കണമെന്ന് UDF ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി അല്ലല്ലോ ആവശ്യപ്പെടുന്നത്, UDF ആണല്ലോ. മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ രാജി. എത്ര ദിവസം രാജിക്കത്ത് വെച്ചു? എത്ര ദിവസം വെക്കാം? എന്തായിരുന്നു എൻ്റെ ഉദ്ദേശം? ദുരുദ്ദേശമല്ലായിരുന്നോ? കോടതിയുടെ വിധികൾ മാത്രമല്ല, കോടതിയുടെ വിധികൾ മാറിയും തിരിച്ചുമെല്ലാം വരാം. കോടതിയിൽ തൽക്കാലം ഒരു സ്റ്റേ കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും വിളിച്ചതിന് 2 മാസത്തിനകം ഈ കേരളം കൊടും കുഴപ്പത്തിലേക്ക്, ആഭ്യന്തര കലാപത്തിലേക്ക് ഇതിനെ തള്ളിവിടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഞങ്ങൾ ഈ 5-ാം തീയതി നിയമസഭ കൂടുമ്പോൾ അതിനകത്തും പുറത്തും എന്ത് നിലപാടെടുക്കുമെന്ന് അന്ന് ജനങ്ങൾ കാണേണ്ട. ജനാധിപത്യത്തിൽ ഒരു പ്രതിപക്ഷത്തിന് അനുവദനീയമായതിൻ്റെ അങ്ങേയറ്റം വരെ ഞങ്ങൾ പോകും. ഇത് അങ്ങനെ ഒരു ചെറിയ കാര്യമല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയുടേതാണ്, സദാചാരത്തിൻ്റേതാണ്, അഴിമതിയുടെ പ്രശ്നമാണ്, പൊളിറ്റിക്കൽ എത്തിക്സിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയാണ് ഞങ്ങൾ വെറും ഒരു കക്ഷി രാഷ്ട്രീയമല്ല. ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടല്ല, അധികാരത്യാഗത്തിനുണ്ട് പിടിവലിയല്ല. എങ്കിൽ ഞങ്ങൾ ഇന്ന് ആളുകളെ ചാക്കി കയറ്റി ഈ മന്ത്രിസഭ പറിച്ചിടാമായിരുന്നല്ലോ. അവർ ചാക്കി കയറ്റി കൊണ്ട് പോയല്ലോ. ഞങ്ങൾ ചാക്കി കയറ്റാൻ കഴിയില്ലേ? അതിനൊന്നും ഈ ഇടതുപക്ഷ മുന്നണിയുടെ നയമല്ല. ഇപ്പോഴും ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വി രാജേഷ്, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ അടികൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമരങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ രീതിയിൽ വന്നതെന്ന് നിങ്ങൾ തന്നെ വാദിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ രീതിയിലേക്ക് തിരിച്ച UDF മന്ത്രിമാരെ ഓരോ ദിവസത്തെയും വിധി അനുസരിച്ച്, സ്റ്റേ അനുസരിച്ച് തിരിച്ചു വരുന്നത് ഗൂഢാലോചനയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ തെറ്റായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുമാണെന്നൊക്കെ ചൂണ്ടിക്കാട്ടി വരുമ്പോൾ ഏതർത്ഥത്തിലാണ് നിങ്ങൾ അതിനെ കാണാൻ പോകുന്നത്? ലാലൊരു ധർമ്മസമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ യുവജന സംഘടനകളുമൊക്കെ കൊള്ളുന്ന അടിയും അവിടെ നിന്നുണ്ടാകുന്ന ദീനരോധനങ്ങളും മുദ്രാവാക്യം വിളികളും ഒക്കെ തന്നെ കഷ്ടകാലത്തിന് ബധിരകർണങ്ങളിൽ, നമ്മുടെ ഭരണകൂടങ്ങളുടെ ബധിരകർണങ്ങളിലാണ് പതിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് 4 മാസം കൂടി കാത്തിരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. മറ്റൊരു നിർവാഹവുമില്ല. ജനാധിപത്യത്തിൽ അവർക്ക് 3-4 മാസം കൂടിയുണ്ട്. ഞാൻ സുരേഷ് ബാബു സാറിനോട് ചോദിക്കുന്നത്, UDFിനോട് ചോദിക്കുന്നത്, നിങ്ങൾ സ്വയം കോമാളികളാവുകയാണോ കേരളത്തിലെ ജനങ്ങളെ കോമാളികളാക്കുകയാണോ ചെയ്യുന്നത്? ഭാഷാ വിശാരദന്മാർ ധാർമ്മികതയ്ക്ക് ഇന്നലെ ഒരർത്ഥം, ഇന്ന് വേറൊരർത്ഥം, നാളെ മറ്റൊരു ജഡ്ജി ഒരു കാര്യം പറഞ്ഞാൽ, വിധിയൊന്ന് മാറ്റി പറഞ്ഞാൽ അന്ന് ധാർമ്മികതയുടെ അർത്ഥം മാറും. ഇതെന്താ ചെയ്യുന്നത്? ശ്രീ കെ ബാബു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തിനാണ് അന്ന് രാജിവെച്ചത്? അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ, ഞാൻ ഹൈക്കോടതി സമീപിക്കുന്നു, അവിടെ നിന്ന് കൂടി വിധി വരട്ടെ, എന്നിട്ട് മാത്രമല്ല ഞാൻ രാജിവെക്കില്ല. അദ്ദേഹം അത് ചെയ്തില്ലല്ലോ. കാരണം എന്താ? അന്ന് കെ ബാബുവിന് രാജിവെക്കാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള പൊതുജന രോഷം, സമരങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ കെ ബാബു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി രാജിവെക്കുകയും MLA ക്വാർട്ടേഴ്സിൽ എനിക്കൊരു മുറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള നാടകങ്ങൾ കാട്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ രാജിവെച്ചു.
അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ബാബുവിന് തിരിച്ചു വരാൻ വേണ്ടി. ആരെ പരാജയപ്പെടുത്താൻ വേണ്ടി, ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാടകങ്ങൾ കാട്ടുന്നത്? കെ ബാബു തിരിച്ചു വന്നില്ല എങ്കിൽ എത്രയോ MLA-മാരുണ്ട്, അതിനൊരു MLA പിടിച്ച് മന്ത്രിയാക്കൂ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? KM മാണി രാജിവെച്ചതോടുകൂടി UDF ദുർബലപ്പെട്ടു. കെ ബാബുവിൻ്റെ രാജിയായി. അതോടൊപ്പം തന്നെ ആര്യാടൻ മുഹമ്മദ് മുഖ്യമന്ത്രി എന്നിവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VS ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ബാറിൽ കുരുങ്ങും എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഒരുപക്ഷെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ തീർത്തും ദുർബലമായ ഒരു ഗവൺമെൻറ് മാറും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് UDF ഇന്ന് വളരെ കണ്ണിങ് ആയിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. എന്തായാലും ഒരുമിച്ച് തിരിച്ചു വരിക, ഒരുമിച്ച് നിന്ന് പോരാടുക, വിജയിക്കാമെങ്കിൽ വിജയിക്കാം, പരാജയപ്പെടാമെങ്കിൽ പരാജയപ്പെടാം എന്നുള്ളൊരു തീരുമാനം UDF എടുത്തിരിക്കുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയാം, ഈ തീരുമാനം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം കണ്ടിട്ടില്ലാത്ത തരത്തിൽ UDF-ന് ഒരു തിരിച്ചടി നൽകാൻ പോകുന്ന ഒരു തീരുമാനമാണ് ഈ തീരുമാനം. സിദ്ധാർത്ഥ ശങ്കറെ പശ്ചിമ ബംഗാളിലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയി മാറാൻ പോവുകയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ PM സുരേഷ് ബാബു, ഒരുപക്ഷെ UDF-ലെ എല്ലാ ആളുകളും എല്ലാ ഘടകകക്ഷികളും ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിലാണ് നമുക്ക് വ്യക്തമാകുക. പക്ഷേ നിങ്ങളുടെ തന്നെ കോൺഗ്രസിലെ ചില മറുശബ്ദങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടതാണല്ലോ. ശ്രീ R ചന്ദ്രശേഖരൻ്റെയും അജയ് തറയിലിനെ പോലുള്ളവരുടെയും ഒക്കെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പലരും രഹസ്യമായും ഒക്കെ ഏത് രീതിയിലാണ് കെ ബാബു ഒക്കെ രാജിവെക്കുന്നതിന് മുമ്പ്, KM മാണി രാജിവെക്കുന്നതിന് മുമ്പ് ഒക്കെ പറഞ്ഞതെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ കെ ബാബുവിനെ രാജി സ്വീകരിക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നാൽ, കെ ബാബു ഒരു കോടതി പരാമർശത്തിൻ്റെ പുറത്ത് തിരിച്ച് പരാമർശമുണ്ടായിട്ടും രാജി തുടർന്നാൽ അത് മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനുമൊക്കെ ഒരു തിരിച്ചടിയാകും. അവർക്ക് പിന്നെ മന്ത്രിസഭയിൽ തുടരുന്നതിന് ഒരു പ്രശ്നമുണ്ടാകും. കെ ബാബു ഇതേ അവസരത്തിൽ പുറത്തു നിൽക്കുന്നു. എങ്ങനെയാണ് മുഖ്യമന്ത്രിയും ആര്യാടനും തുടരുക എന്നൊരു പ്രശ്നമുണ്ടല്ലോ. അത് മറികടക്കുന്നതിനാണോ ഇപ്പോൾ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു ആലോചന UDF-ൽ തിരക്കിട്ടെടുത്തത്? നമ്മൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു വ്യാകുലതയുമില്ല. ഞങ്ങൾ ഇതിനകത്തൊരു ധാർമ്മികത എന്ന് പറയുന്നത്, ആ ധാർമ്മികതയുടെ ആപേക്ഷികതയെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാനലുകളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ എംഫസൈസ് ചെയ്യാനൊന്നും ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, നമ്മളിതിൻ്റെ സീക്വൻസ് മറക്കാതെ സൂക്ഷിക്കണം. ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ അത് അവരവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ചർച്ചയ്ക്ക് വഴിമരുന്നിട്ട് കൊടുക്കുമെന്നുള്ള കാര്യം സമ്മതിച്ചുകൊണ്ട് തന്നെ യാഥാർത്ഥ്യങ്ങളെ ഒരിക്കലും ഇല്ലാതാക്കരുത്. ബാബു രാജിവെക്കുന്നത് വിജിലൻസ് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. ആ വിജിലൻസ് കോടതി വിധി ഇല്ലാതായിരിക്കുന്നു. അങ്ങനെയൊരു സ്ഥാപനം 2 മാസക്കാലത്തേക്ക് നമ്മുടെ മുമ്പിൽ ഇല്ല. PM സുരേഷ് ബാബു, ഒരു കോടതി വിധിയിലൂടെ ബാബുവിന് കീഴ്ക്കോടതിയിലെ വിജിലൻസ് കോടതിയിലെ വിധിയിലൂടെ കെ ബാബുവിന് എതിരായ ഒരു വിധി ഉണ്ടായി. അവിടെ അദ്ദേഹം ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു. പിന്നെ പല ഘട്ടങ്ങളിൽ നടക്കുന്നത് അന്തിമമായ വിധികളല്ല, തുടർന്നുള്ള അപ്പീലുകളും നിയമ പോരാട്ടങ്ങളും. അത് എന്ന് അവസാനിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. അത് പിന്നീടുള്ള ഒരു ഘട്ടമാണത്. അതെല്ലാം ഓരോ ഘട്ടത്തിലും തങ്ങൾക്ക് അനുകൂലമാകുമ്പോഴൊക്കെ തിരിച്ചു വരിക, തിരിച്ച് ഒരു അടി ഉണ്ടാകുമ്പോൾ അന്ന് രാജി കൊടുക്കുക, അടുത്ത അപ്പീലിന് വേണ്ടി വേഗം ശ്രമിക്കുക, ആ രാജി സ്വീകരിക്കാതിരിക്കുക. ഇത് ഇന്ന് വരെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്, ജനാധിപത്യത്തിലെ കീഴ്വഴക്കത്തിൽ ഇല്ലാത്തതാണ്. ശ്രീ ലാലിന് ആ സീക്വൻസ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ പൂർണ്ണമായും തരുകയാണ്. താങ്കൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഞങ്ങളുടെ ഡെറിവേഷൻ ആ രൂപത്തിലല്ല. ഇത് ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ ചരിത്രമാണല്ലോ, കോൺഗ്രസിന് തന്നെ ഈ ചരിത്രമുണ്ടല്ലോ PM സുരേഷ് ബാബു. അല്ല, നിങ്ങൾ ആ ഡെറിവേഷനിലേക്ക് വരുന്നതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ തരികയാണ്. നിങ്ങൾക്ക് അതിലേക്ക് വരാം, ഞാൻ അതിനെ എതിർക്കുന്നില്ല. അതിൻ്റെ സ്വാതന്ത്ര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കൊടുക്കുന്നു. അവരും അതും പ്രചരിപ്പിക്കട്ടെ. ഞങ്ങൾ ഈ വഴിയിൽ, ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി UDF ഇതാണല്ലോ സത്യം. ശ്രീ PM സുരേഷ് ബാബു, ഇതൊരു രാഷ്ട്രീയ പ്രചരണം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷം അങ്ങനെ പ്രചരിപ്പിക്കട്ടെ, ഓരോരുത്തർ വ്യക്തിപരമായി അങ്ങനെ കാണട്ടെ എന്ന് പറയേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഉണ്ടോ? ഇത് യാഥാർത്ഥ്യമാണല്ലോ, ഈ ചരിത്ര സത്യമാണല്ലോ. കോൺഗ്രസിൽ തന്നെയുള്ള ചിലരുടെ അഭിപ്രായമായി ഞാൻ നേരത്തെ പറഞ്ഞത്, അവരും ഇതിൻ്റെ ബലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ധാർമ്മികത. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് മനസ്സിലാകാത്തത്? ഹൈക്കമാൻഡിൽ നിന്ന് ഇത് കേരളം മാത്രമാണ് ഒരേ ഒരു അത്താണി എന്നുള്ളത് മനസ്സിലാക്കി എന്ത് വിധേനയും അധികാരത്തിൽ പിടിച്ചു നിൽക്കണം എന്നൊരു തീരുമാനം കൊണ്ടാണോ ഇങ്ങനെ നിർബന്ധിതമാകുന്നത് നിങ്ങൾ ധാർമ്മികമായ വഴിവിട്ട്? ശ്രീ ലാൽ,
നമ്മൾ പിന്നെ രാഷ്ട്രീയ സംവിധാനങ്ങൾ പരിശ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പരിശ്രമിച്ച് BJP-യെ തുടർന്ന് നിലനിർത്തണമെന്നുള്ള വാശി ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ അവരത് ശ്രമിക്കട്ടെ. ഞങ്ങൾക്ക് അതിൽ പരിഭവമൊന്നുമില്ല. ഞങ്ങൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ല, നമ്മൾ തമ്മിൽ മത്സരിച്ച് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് BJP-യെ അധികാരത്തിൽ ഇരുത്തണമെന്നും BJP-യെ തുടർന്ന് കൊണ്ടുവരണമെന്നും ഇടതുപക്ഷത്തിന് താല്പര്യമുണ്ടെങ്കിൽ അവരതിന് പരിശ്രമിക്കട്ടെ. എനിക്കതിൽ പരിഭവമില്ല. നമ്മളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണല്ലോ BJP ഇന്ന് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ ഇരിക്കുന്നത്. നമ്മുടെ പരിശ്രമം കൊണ്ട് തന്നെയാണല്ലോ BJP ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത്. ശ്രീ സി ദിവാകരൻ, PM സുരേഷ് ബാബു ഏറ്റവും അവസാന ഘട്ടത്തിൽ എടുത്ത് പ്രയോഗിച്ച ആയുധം VV രാജേഷിന് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അത് ഏത് രീതിയിലാണ് നിങ്ങൾ കാണുന്നത്? അരുവിക്കരയുടെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ, പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എടുത്ത ഒരു ആയുധമുണ്ടല്ലോ മുഖ്യമന്ത്രി, ആ ഒരു മണം ഇപ്പോൾ അടിക്കുന്നുണ്ടോ? എനിക്ക് PM സുരേഷ് അദ്ദേഹം പറയുന്ന ഇത്ര ലാഘവത്തോടു കൂടി രാഷ്ട്രീയത്തെ അദ്ദേഹത്തിനെ പോലെ ഒരാളെ കാണാം. അദ്ദേഹം KPCC-യുടെ സമുന്നതനായ നേതാവല്ലേ. കേരളത്തിൻ്റെ പൂർവ്വകാല രാഷ്ട്രീയ ചരിത്രത്തിൽ പരസ്യമായി പാർലമെൻറ്റിലും നിയമസഭയിലും BJP-യുമായിട്ട് പരസ്യമായ ധാരണയുണ്ടാക്കിയ ആരാണ് ആളുകൾ? നമ്മുടെ മാരാരുടെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഉള്ള വെളിപ്പെടുത്തലുകളിൽ ആർക്കാണ് വോട്ട് മറിച്ചിരിക്കുന്നത്? ഇടതുപക്ഷത്തിനാണോ? ഇടതുപക്ഷവുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണോ? ഗുജറാത്തിൽ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും അടക്കി ഭരിച്ച കോൺഗ്രസ് ഇന്നിപ്പോൾ എന്തുകൊണ്ട് ഗാന്ധിക്ക് ജന്മം നൽകിയ സ്ഥലത്ത് പോലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ആയത് എന്തുകൊണ്ടാണ്? നിങ്ങളെ പിന്തുണ നൽകിയില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ വസ്തുതയ്ക്ക് സത്യസന്ധതയ്ക്ക് ചേർന്നതാണോ സുരേഷ് ബാബു? ഞങ്ങൾ 62 MP-മാർ മൻമോഹൻ സിംഗിന് BJP വരാതിരിക്കാൻ വേണ്ടി 5 കൊല്ലം പിന്തുണ കൊടുത്തു. ഞങ്ങൾ ഒരു കമ്മിറ്റി മെമ്പർ പോലും ഞങ്ങൾ യോജിച്ചിട്ടില്ല. അധികാരമല്ല ആവശ്യം, രാജ്യമാണ് ആവശ്യം, മതേതരത്വമാണ് ആവശ്യം. ഇന്നും ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങളെക്കാൾ ഫ്രണ്ടിലാണ് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ. ഞങ്ങൾ വർഗീയ പാർട്ടികളുമായിട്ട് ഒരു ബന്ധവുമില്ല, അധികാരം പങ്കിടുന്ന പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്തെല്ലാം, നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ടാണ്, ഏത് അധികാരമാണ് നിങ്ങൾക്ക്? കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ബന്ധം നാളെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ ഗതി എന്തായിരിക്കും? ശ്രീ PM സുരേഷ് ബാബു, ശ്രീ VV രാജേഷിലേക്ക് വരാം. ശ്രീ PM സുരേഷ് ബാബു, അങ്ങ് ഉദ്ദേശിച്ച തലത്തിലേക്കാണ് ചർച്ച ഇപ്പോൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് സന്തോഷമുണ്ടാകും. ഒരുപക്ഷെ ഈ രീതിയിൽ BJP-യെ നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, ആ ചർച്ച കൊണ്ടുവരുന്നു. സി ദിവാകരൻ അതിൽ പിടിച്ച് മുന്നോട്ട് പോകുന്നു, പഴയ ചരിത്രം പറയുന്നു. VV രാജേഷിനും അതിൻ്റെ പുറത്ത് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടാകും. അദ്ദേഹം തന്നെ ഇപ്പോൾ പ്രതികരിക്കാൻ ആവേശത്തോടു കൂടി നിൽക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. FIR ഇട്ട് അന്വേഷണം നടത്തുന്നതിനെ സ്റ്റേ ചെയ്യിക്കാൻ വേണ്ടി നടക്കുന്നത് എന്തിനാണ്? ആ അന്വേഷണത്തിലൂടെ കൃത്യമായി കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്നല്ലേ കെ ബാബു ഒക്കെ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ അതിൻ്റെ പുറത്ത് അത് സ്റ്റേ ചെയ്തതുകൊണ്ട് തിരിച്ച് അധികാരത്തിലേക്ക് വരുന്നു. ജനങ്ങൾ എന്താണ് കരുതുക? അധികാരത്തിലേക്ക് വന്നുകൊണ്ട് അധികാരത്തിലേക്ക് വരാൻ വ്യഗ്രത പൂണ്ടു നിൽക്കുകയാണ്. KM മാണി സാർ പറഞ്ഞതുപോലെ അല്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? എനിക്ക് അത്ര അത്യാഗ്രഹമില്ല, പിന്നെ ഇത്രയും ധൃതിയില്ല, എനിക്ക് ആഗ്രഹവും ഇല്ല എന്നാണ് KM മാണി സാർ പറഞ്ഞത്. പക്ഷേ കെ ബാബു പെട്ടെന്ന് UDF നിർബന്ധിച്ചപ്പോൾ തിരിച്ചു വരുന്നു, അധികാരത്തിലേക്ക് വരുന്നു. ഈ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വീണ്ടും കോടതികളെയും മറ്റും സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടാകില്ലേ, അല്ലെങ്കിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കില്ലേ എന്ന് ഇടതുപക്ഷം ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടോ? BJP-യുടെ കാര്യം പിന്നീട് പറയാം. ഇടതുപക്ഷത്തിനോട് മറുപടി പറയാൻ എനിക്ക് അല്പം പോലും ബുദ്ധിമുട്ടില്ല. എനിക്കതിനകത്ത് അല്പം പോലും ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ്? ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത ഐക്യജനാധിപത്യ മുന്നണിയുടെ ധാർമ്മികതയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങളതിനെ ഒരുമിച്ച് കാണാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ദിവാകരൻ ചേട്ടൻ പറയുന്ന കാര്യങ്ങളോടൊക്കെ മറുപടി പറയാൻ ഞാൻ വളരെ എന്താ പറയുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മറ്റൊന്ന് തോന്നും. എനിക്കതിന് കഴിയും, ഞാനതിന് മറുപടി പറയാം. പക്ഷേ അതല്ലല്ലോ ഇവിടെ പ്രശ്നം. ലാല് ചോദിക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ ഇതെന്താണ് പ്രശ്നം? ഒരു കോടതി, ഒരു ജില്ലാ ജഡ്ജിൻ്റെ ലെവലിലുള്ള ഒരു കോടതിയുടെ ഉത്തരവ്
ഹൈക്കോടതിയുടെ ലെവലിലുള്ള ഒരു തലത്തിലുള്ള കോടതിയിൽ വെച്ച് സ്റ്റേ ചെയ്യപ്പെട്ടതിനെ കുറിച്ച് പറയുമ്പോൾ ഹൈക്കോടതി ഉത്തരവ് എവിടെയും പാടില്ല, ജില്ലാ ജഡ്ജിയുടെ ഉത്തരവാണ് പ്രാമുഖ്യമെന്ന് ലാലിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു പത്രപ്രവർത്തകന്റെ ഹൈക്കോടതിയുടെ ഉത്തരവ് എന്താണ്? അത് മാധ്യമപ്രവർത്തകന്റെയോ ഭാഗത്തുണ്ടാകാൻ പാടില്ല. 10 ദിവസത്തിനകം യുവി നടത്തി റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് സ്റ്റേ ചെയ്തിട്ട് ആ കാര്യത്തിൽ കെ ബാബുവിന്റെ കാര്യത്തിൽ വേറൊന്നും റദ്ദാക്കിയിട്ടൊന്നുമില്ല. 10 ദിവസത്തിനകത്ത് റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്നതുവരെ കാത്തു നിൽക്കാൻ എന്താണ് മടി? താങ്കളുടെ ആ നിയമപരമായ വ്യാഖ്യാനത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. വിനയപുരസ്സരം ഞാൻ അതിനോട് വിയോജിക്കുന്നു. ഞങ്ങൾക്ക് അതിൻ്റെതായ വ്യാഖ്യാനങ്ങളും അതിൻ്റെതായ നിയമപരമായ വഴികളും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഒരു പൗരനുള്ള സ്വാതന്ത്ര്യത്തെ എന്തിനാണ് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി കേവലം പൗരനല്ലല്ലോ ശ്രീ പി എം അധികാരത്തിലിരിക്കുന്ന ആളുകളാണ്. അവിടെ ജനങ്ങൾ ചോദിക്കുന്നത് മുൻകാലങ്ങളിലെ അനുഭവം വെച്ച് അധികാരത്തിലിരിക്കുന്നവർ സുതാര്യമായി പെരുമാറണം, അവരുടെ പുറത്ത് കളങ്കമുണ്ടാകരുത്. കോടതി തന്നെ പറഞ്ഞ പോലെ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. ആ രീതിയിലുള്ള കാര്യങ്ങൾ തെളിയിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ പൗരന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ നിന്ന് മാറി നിന്ന് അത് ഉപയോഗിക്കുക. ഇന്നലെ വരെ അതായിരുന്നല്ലോ, ഇന്ന് ഉച്ചവരെയും അതായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അത് ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തിന്, സാധാരണ പൗരന്റെ സ്വാതന്ത്ര്യത്തിന് യോജിച്ചതല്ല ശ്രീ പി എം സുരേഷ് ബാബു. അല്ല, ഞാൻ അതിലെ ശ്രീ വി യോജിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ശ്രീ വി രാജേഷ് പറഞ്ഞല്ലോ, വളരെ വ്യക്തമായ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു 4 മാസം കാട്ടിക്കൊണ്ട് ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ് എന്നുള്ളത്. ഞാനത് പറയുന്നു. ജനങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനോട് സമരസപ്പെട്ട് നിൽക്കുന്നവർ മാത്രമല്ലല്ലോ, അല്ലാത്തവരും ജനങ്ങളുണ്ടല്ലോ. ഞങ്ങൾ ജനകീയ കോടതിയിലേക്ക് പോവുകയാണ്, ഞങ്ങൾ ജനകീയത്തിലേക്ക് പോവുകയാണ്, ജനങ്ങളിലേക്ക് പോകുന്നു. മറുപടി കൊടുക്കുക. അല്ലല്ല സാർ, ഞാൻ ക്ലാരിഫൈ ചെയ്യാം. അതിനു മുമ്പ് ലാൽ എനിക്ക് ഒരു കാര്യം പറയാം. ഞങ്ങൾ ജനകീയ കോടതിയിലേക്ക് പോവുകയാണ്. ആ കോടതി വിധി പറയട്ടെ, ആ കോടതി വിധി പറയട്ടെ, അല്ലാതെ എന്താ? അല്ല, സുരേഷ് ബാബു സാർ നേരത്തെ BJP പരാമർശിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു. അതിന് ബഹുമാനപ്പെട്ട CD മറുപടിയും പറഞ്ഞു. എന്നാൽ ബുദ്ധിമാനായ ലാൽ അവിടെ എനിക്കൊരു സ്പേസ് തന്നില്ല. ലാൽ ആ വിഷയത്തിലേക്ക് മാറി. ഞാൻ പറയാം, ലാൽ സുരേഷ് ബാബു സാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം രഹസ്യ ചർച്ചകൾ സാർ ഈ സമയത്തെങ്കിലും തുറന്നു പറയാൻ തയ്യാറായി. നമ്മൾ തമ്മിൽ നടത്തിയ ചർച്ചകളൊക്കെ മറന്നുകൊണ്ട് BJPയെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ തരയില്ല. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ നിങ്ങൾ ദ്രോഹിക്കരുത്. ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവിടെ BJP കടന്നു വരും. ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുക. അത് താങ്കൾ തുറന്നു പറഞ്ഞതിന് എനിക്ക് താങ്കളോട് സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. ഇനി താങ്കൾ സാർ പറഞ്ഞല്ലോ ഞാൻ 4 മാസം കൂടി ക്ഷമിക്കാൻ. ഞാൻ പറഞ്ഞത് ഈ അഴിമതിക്കാരായ മന്ത്രിമാരെയും വെച്ചുകൊണ്ട് 4 മാസം കൂടി ക്ഷമിക്കാമെന്നല്ല, മറിച്ച് നിങ്ങൾക്ക് വേറെ കോൺഗ്രസിൻ്റെ MLA മാരുണ്ടല്ലോ, UDFൻ്റെ MLA മാരുണ്ടല്ലോ, ഈ കളങ്കിതരായ ഈ കൈക്കൂലിപ്പണം വാങ്ങിച്ചവരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള MLA മാരെ ഈ ബാബു തന്നെ മന്ത്രിയായി തുടരുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വാശിയൊന്നുമില്ലല്ലോ. ബാബുവിനെ ഇന്ന മന്ത്രിയാക്കണമെന്ന് പറഞ്ഞൊന്നുമല്ലല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റുള്ള UDFൻ്റെ MLA മാരിൽ ആരെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യിക്കൂ? എന്തേ സാധിക്കുന്നില്ല? അങ്ങനെ 4 മാസവും കൂടി ക്ഷമിക്കാൻ തയ്യാറാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി സുരേഷ് ബാബു സാർ പറഞ്ഞ വേറൊരു കാര്യത്തിൽ എൻ്റെ ഒരു ഡൗട്ടുണ്ട്. കാരണം സാർ എന്നെക്കാളും മുതിർന്ന അഭിഭാഷകനാണ്. താങ്കൾ പറഞ്ഞു ഹൈക്കോടതിയുടെ വിധിയോടെ തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ വിധി നിലവിലില്ല. അതെങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഒരു പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്നിരിക്കട്ടെ, ഹൈക്കോടതി വധശിക്ഷയ്ക്ക് സ്റ്റേ ചെയ്യും ഡീറ്റെയിൽ ഹിയറിങ്ങിന് വേണ്ടി എന്ന് വെച്ചിട്ട് അദ്ദേഹം തൂക്കുകയർ ലഭിച്ച പ്രതി അല്ലാതായി മാറുമോ? ഇവിടെ ഹൈക്കോടതി ഈ കേസ് ഡീറ്റെയിൽ ഹിയറിങ്ങിനെടുത്ത ശേഷം ഹിയറിംഗ് നടത്തി അതിൽ പൂർണ്ണമായിട്ടും കീഴ്ക്കോടതിയുടെ വിധിയെ തള്ളിക്കളയുമ്പോൾ മാത്രമാണ് കെ ബാബുവിനും ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ അങ്ങനെ ഒരു വിധിയില്ല എന്ന് എനിക്കും താങ്കൾക്കും പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ഡീറ്റെയിൽ ഹിയറിങ്ങിന് വേണ്ടി 1-2 മാസം സമയം കൊടുത്തിരിക്കുക. അത് കഴിയട്ടെ, അല്ലാതെ എങ്ങനെ സാർ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? അത് തെറ്റായ ഇന്റർപ്രിട്ടേഷൻ. അത് ഒരുപക്ഷെ ശ്രീ പി എം സുരേഷ് ബാബു ഇത് വി രാജേഷിന്റെ ഒരു വ്യാഖ്യാനം അങ്ങനെ ഇരിക്കട്ടെ. എൻ്റെ വ്യാഖ്യാനം നേരത്തെ അദ്ദേഹം വിശദീകരിച്ചത് ഓരോരുത്തരുടെ വ്യാഖ്യാനങ്ങളായി മാത്രം അദ്ദേഹം കണ്ട് അതിനെ തള്ളാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ സി ദിവാകരൻ, എന്തായാലും UDFൻ്റെ ഒരു രീതി മനസ്സിലായല്ലോ. ഈ കാര്യത്തിൽ അവർ ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെല്ലാം രാഷ്ട്രീയമായി കാണുക, നിയമപരമായ കാര്യങ്ങളെയും ധാർമ്മികമായ കാര്യങ്ങളെയും ഒന്നും തൽക്കാലം തൊടേണ്ടതില്ല, രാഷ്ട്രീയ ഗൂഢാലോചനയിൽ മാത്രം പിടിച്ച് നിങ്ങളെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അതിന് ഏത് രീതിയിലാണ് മറുപടി പറയുക
എന്നുള്ളതാണ് ഇനി പ്രശ്നമാകുന്നത്. അതായത് അവസാനത്തെ പിടിവള്ളിയാണ് ഈ വാക്ക് മലയാള നിഘണ്ടുവിലില്ലെങ്കിൽ പലരും കഷ്ടത്തിലായി വന്നു. ഗൂഢാലോചന എന്ന വാക്ക്. ആര് ഗൂഢാലോചന നടത്താൻ നിങ്ങളുടെ കയ്യിൽ പവർ ഇരിക്കല്ലേ, അധികാരം ഇരിക്കല്ലേ, അതിൻ്റെ സംവിധാനങ്ങളില്ലേ? ഗൂഢാലോചന, അധികാരത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടത്തുന്ന ആളുകളെ ഈ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനവും 4.5 കൊല്ലമായി കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഈ ഗൂഢാലോചന എന്ന ഓലപ്പാമ്പെടുത്ത് കാണിക്കുന്നത്? ഞങ്ങൾക്കതിലൊന്നും ഒരു കാര്യമില്ല. ഏത് അന്വേഷണം, ഏത് ഗൂഢാലോചന തെളിയിച്ചാലും നിങ്ങളെ തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇതൊക്കെ വെറുതെ ആളുകളെ കണ്ണിൽ പണം വാങ്ങിച്ചതിന് മറുപടി പറയാതെ കോടികൾ വാങ്ങിച്ച് 1 കോടി 80 ലക്ഷവും വേറൊരുത്ത 40 ലക്ഷവും വാങ്ങിച്ച കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭരണഘടനാ സംവിധാനം പോലെയുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറിയുടെ ഒരു ഹൈക്കോടതി ജസ്റ്റിസ് കമ്മീഷനായിട്ടുള്ള കമ്മീഷനിൽ പോയി പച്ച ജീവനോടെ മണിക്കൂറുകളെടുത്ത് തെളിവ് കൊടുത്ത് ഡേറ്റ് കൊടുത്ത് സമയം കൊടുത്ത് വാങ്ങിയ ആളുകൾ, ബ്രോക്കറായിട്ട് ആളുകൾ, അങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞ പിന്നെ KPCCയുടെ നേതാവ്, എല്ലാവരുടെയും പേര് പുറത്ത് വന്നില്ലേ? ഒരു പക്ഷേ സുരേഷ് ബാബുവിൻ്റെ പേര് ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഉള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ള ഒരാളല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊഴിച്ച് മിക്കവാറും ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളുടെ പേര് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളെ LDFൻ്റെ ഗൂഢാലോചന, ഞാൻ നിങ്ങളോട് ധാർമ്മികത പറയുന്നല്ലോ. ബഹുമാനപ്പെട്ട PM സുരേഷ് ബാബു, നിങ്ങളെ ഒരു കീഴ്ക്കോടതി, ഒരു വിജിലൻസ് കോടതിയുടെ ഒരു വിധി, നിങ്ങളുടെ അനുയായികൾ എങ്ങനെയാണ് വിധിയെ സ്വീകരിച്ചത്? ആ ജഡ്ജിയെ ശവപ്പെട്ടിയിൽ കയറ്റി നിങ്ങൾ തെരുവിൽ പ്രകടനം നടത്തിയില്ലേ? ഇതിപ്പോഴത്തെ ആദ്യ സംഭവമാണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പാമോയിൽ കേസിലെ പ്രതിപ്പട്ടികയിൽ ചേർത്ത് കുറ്റവിചാരണ നടത്തണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി എഴുതിയപ്പോൾ ആ ജഡ്ജിയെ പാകിസ്ഥാൻ ജാരനാണെന്ന് പറഞ്ഞ് അയാൾ വിട്ടിട്ട് പോയി. അയാൾ കേസ് കളഞ്ഞിട്ട് പോയി. ഇപ്പം എന്താ പറ്റിയിരിക്കുന്നത്? ഒരു ജഡ്ജി നിങ്ങളുടെ ആളുകളുടെ പീഡനം കൊണ്ട് അയാളെ നേരത്തെ സർവീസിന് വിട പറയുന്നു. എന്താ കാര്യം? ഇങ്ങനെയാണോ നിങ്ങളുടെ ധാർമ്മികത? ഇങ്ങനെയാണോ നിങ്ങളുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ എത്തിക്സ്? മറുപടിക്ക് ശേഷം നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്ത ഘട്ടം ചർച്ചയിലേക്ക് പോകാനായി ശ്രീ PM സുരേഷ് ബാബു, ഇതിനൊരു മറുപടി. ചെറുതായി ഒന്ന് ദിവാകരൻ ചേട്ടൻ പറഞ്ഞതൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ ഈ ഒരു ഓഡിയോ ക്ലിയർ അല്ലാത്തതുകൊണ്ട് കേൾക്കുന്നില്ല. ശ്രീ ദിവാകരന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ഗൂഢാലോചന ഏറ്റവും അവസാനത്തെ ആശ്രയമായി എല്ലാവരും, ഈ വാക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിപ്പോയേനെ. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗൂഢാലോചന. നേരത്തെ കേരള കോൺഗ്രസും മാണി ഗ്രൂപ്പും ഈ ഗൂഢാലോചന സിദ്ധാന്തമാണല്ലോ ഇതുവരെയും പുറത്തുവിടാത്ത റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ടല്ലോ. നിങ്ങളും ഇതേപോലെ ഇങ്ങനെ തൽക്കാലം ഇലക്ഷൻ വരെ ഗൂഢാലോചന റിപ്പോർട്ടും കൊണ്ട് നടക്കുമോ, സിദ്ധാന്തവും കൊണ്ട് നടക്കുമോ എന്നുള്ളതാണ് ആത്യന്തികമായി നിങ്ങൾ മറുപടി പറയേണ്ടത്. സരിത പറഞ്ഞ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച കാര്യത്തിൽ, അതല്ലെങ്കിൽ മന്ത്രിമാർ വാങ്ങിച്ച ഓരോരുത്തരുടെയും പേരിൽ വന്നിട്ടുള്ള ആരോപണത്തിനെ കുറിച്ചുള്ള കൃത്യമായ മറുപടി. അതുപോലെ ജഡ്ജിമാർ നിങ്ങൾക്കെതിരായി വിധി പറയുമ്പോൾ അവരെ ശവമഞ്ചത്തിലേറ്റി കടലിൽ കൊണ്ട് കളയുക എന്നുള്ള ഏർപ്പാട് നടത്തുകയല്ല വേണ്ടത് തുടങ്ങിയ ആരോപണങ്ങളാണ് ശ്രീ ദിവാകരൻ പറഞ്ഞത്. ശ്രീ PM സുരേഷ് ബാബുവിനെ ഈ ലിസ്റ്റിൽ ഒന്നും സരിത പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കോംപ്ലിമെന്റ് കൂടി താങ്കൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ശ്രീ ദിവാകരൻ. ബാക്കി എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒരുവിധമൊക്കെ അതിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ല, ഒരു വസ്തുത ഞാൻ ആദ്യമേ പറയാം. ഏത് ആളായാലും, എത്ര ഉന്നതനായാലും, എത്ര താഴേക്കിടയിലുള്ള ആളായാലും, കോടതി വിധിക്കെതിരായി ശവമഞ്ചമെടുത്ത് കൊണ്ടുപോയി തുടങ്ങിയിട്ടുള്ള നടപടികൾ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിന് കടുത്ത ശിക്ഷ പാർട്ടിപരമായി കൊടുക്കും. അത് ജനാധിപത്യ വ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ കാര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാനൊരു വസ്തുത മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. പേഴ്സണൽ ആവാൻ പാടില്ല ഒരു കാര്യങ്ങളും എന്നുള്ളതിൽ എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിൽ ഒന്നും പേഴ്സണൽ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തന്നെ ഒരുപാട് ചർച്ചകളിൽ ഇവിടെ പങ്കെടുക്കാറുണ്ടല്ലോ.
വ്യക്തിപരമായ ഒരു പരാമർശവും ആർക്കെതിരെയും അനുകൂലമായും പ്രതികൂലമായും പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഒരു വസ്തുത ഞാൻ പറയട്ടെ. ഇവിടെ കോടതി പരാമർശത്തിലൂടെ ഞാൻ ശ്രീ രാജേഷ് പറഞ്ഞതിനോട്, കോടതി ഈ മിനിഞ്ഞാന്ന് നടത്തിയ പരാമർശം FIR ഇട്ട് കേസെടുക്കണം എന്ന് പറയുന്നതിന് സ്വീകരിച്ച നടപടിക്രമങ്ങൾ നിയമപരമല്ലെന്ന് ഹൈക്കോടതി കണ്ടിട്ടാണ് അത് റദ്ദാക്കിയിട്ടുള്ളത്. അത് റദ്ദാക്കിയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റു നടപടികളൊക്കെ നിലനിൽക്കും. നിയമപരമായ ആ കാര്യത്തിലുള്ള പരിജ്ഞാനം എനിക്കുണ്ട്. ഞാൻ അത്തരം ഒരു ചാനൽ ചർച്ചകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശ്രമിക്കാൻ ഞാൻ അങ്ങനെ ഒരിക്കലും ശ്രമിക്കില്ല. അങ്ങനെ ആർക്കും അത് തോന്നാനും ഇടയില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് അന്നത്തെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ നിയമപരമല്ലെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ മറ്റൊരു ദിവസം ആ ഹൈക്കോടതി വിധിയുടെ കോപ്പി ഇന്നലെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനകത്ത് കേസേ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു എന്നൊന്നും പറയുന്നില്ല. ബാബുവിനെ ടോട്ടലി എക്സോണറേറ്റ് ചെയ്തു എന്നും എൻ്റെ വാദത്തിലില്ല. പക്ഷേ രാജിവെക്കാനിടയായ കാരണം കോടതിയുടെ ആ ദിവസത്തെ പരാമർശമാണ്. ആ പരാമർശം ഇന്ന് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് രാജി പിൻവലിക്കുന്നതിൽ അധാർമികമായോ നിയമപരമായോ ഒരു തെറ്റുമില്ല. പിന്നീടുള്ള വിഷയങ്ങൾ എന്താണ്? പിന്നീടുള്ള വിഷയങ്ങൾ നമുക്കറിയാം. ഇത് ലൈവായി നിർത്തുന്നതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ, ആ രാഷ്ട്രീയ കാരണങ്ങളിലേക്ക് പോകാൻ അത് കണ്ടുപിടിച്ച് നിങ്ങൾ തെളിവുമായി വരണ്ടേ? നിങ്ങൾക്കല്ലേ അതിനുള്ള സംവിധാനമുള്ളത്? ഇതാണ് അവർ ചോദിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ, ഈ കെ ബാബു വീണ്ടും ഈ കോടതി 10 ദിവസത്തിനകത്ത് റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ പുറത്ത് ഒരു പരാമർശം ഉണ്ടായാൽ വീണ്ടും രാജിവെക്കുമോ? അല്ല ലാല, ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞല്ലോ. ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല. തീർച്ചയായിട്ടും അത് ഹൈപ്പോത്തറ്റിക്കലായിട്ടേ കാണാൻ പറ്റൂ. അത് ഹൈപ്പോത്തറ്റിക്കലായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഇങ്ങനെയൊരു കോടതി വിധി വരുകയാണെങ്കിൽ, പരാമർശം റിപ്പോർട്ട് വരികയാണെങ്കിൽ എന്ന് പറയുന്നത് പൂർണ്ണമായും ഹൈപ്പോത്തറ്റിക്കലാണ്. വരട്ടെ, അന്നത്തെ നമുക്ക് പറയാലോ. നിങ്ങൾ വിളിച്ചാൽ ഞാൻ എപ്പോഴും വരുന്ന ആളല്ലേ. നിങ്ങൾ എന്ത് അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും കഴിയാവുന്നത്ര സഹകരിച്ച് വരുന്ന ഒരാളാണല്ലോ. നമുക്ക് അന്ന് പറയാം, അന്ന് അതിനെക്കുറിച്ചുള്ള മറുപടി പറയാം. തീർച്ചയായിട്ടും നമുക്ക് ഈ ഘട്ടത്തിൽ ഈ ചർച്ച അവസാനിപ്പിച്ച് ഇതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. PM സുരേഷ് ബാബു മാത്രം ഈ ചർച്ചയിൽ നിന്ന് തൽക്കാലം പോകും. നമുക്ക് പുതിയ അതിഥികൾ കൂടി ചേർന്നിട്ടുണ്ട്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദും A സജീവനും കൂടി ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീ ആന്റണി രാജുവും ഇപ്പോൾ ചർച്ചയിൽ ചേരും.